താം ശ്രീമതി ദീപ, ഇവിടെ അസീൽ പറയുന്നത് ആ തലമുറയിൽപ്പെട്ടവരുടെ വികാരമാണ്. അത് അങ്ങേയറ്റം ഗൗരവതരമായി തന്നെയാണ് കാണേണ്ടത്. നമ്മുടെ ലിമിറ്റേഷനുകളെ കുറിച്ചാണ് അസീൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് മലയാള സിനിമയെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും, ഇന്ത്യൻ സിനിമയെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കൊറിയൻ സീരീസുകളൊക്കെ കാണുന്ന എത്രയോ ആളുകൾ ഉണ്ട്, അതിൽ മുതിർന്നവരും കുട്ടികളുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലഭ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, അതായത് സിനിമകൾ സ്വാധീനിക്കുമെന്ന് അസീൽ കൃത്യമായി പറയുന്നുണ്ട്, അതൊരു പക്ഷേ താങ്കളെയും എന്നെയും ഒക്കെ ആ ചെറുപ്പകാലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഉണ്ട് എന്നാണ് ഞാൻ പറയുക. താങ്കളെയും ഒക്കെ അങ്ങനെ സ്വാധീനിച്ചു എന്നത് വ്യക്തമല്ല. പക്ഷേ ഈ മട്ടിൽ, അതായത് സുഹൃത്തിനെ തല്ലിക്കൊല്ലുന്ന, തലക്കടിക്കുന്ന മട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ലഹരി നൽകി പീഡിപ്പിക്കുന്ന മട്ടിലോ ഉള്ള ഒരു സമൂഹം അത് പണ്ട് കുറവായിരുന്നു. പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മുടെ കുട്ടികളും ഉൾപ്പെടെ മാറുന്നു, യുവാക്കളടക്കം മാറുന്നു. സിനിമാ സ്റ്റൈലിൽ പലതരത്തിലുള്ള ക്രൂരതകളും വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് പോംവഴി എന്നിടത്താണ് പ്രധാനം. അത് ചർച്ച ചെയ്യേണ്ടത്. അസീലിനെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾക്കിതിൽ നിയമപരമായി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ പ്രേക്ഷകരെയും അച്ഛനമ്മമാരെയും രക്ഷിതാക്കളെയും ഒക്കെ നിരന്തരം ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് സാധ്യമാകുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ചർച്ച. ശ്രീമതി ദീപ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ അസീലിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇതില് രണ്ട് വിഭാഗവും ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണെന്ന് അസീൽ തന്നെ സമ്മതിക്കുന്നു. ഇതില് നമ്മൾ കാണുന്ന ആളുകളുടെ ഒരു മെച്യൂരിറ്റിയെ കുറിച്ച് പാനലില് മറ്റൊരു അതിഥി പറയുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ആൾക്കാർ പൊതുവെ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അവർക്ക് ഹൈ ഡ്രാമ, ഹൈ ഇമോഷണൽ, നമ്മുടെ ഇന്ത്യൻ മൂവീസ് തന്നെ ഫുൾ ഓഫ് ഇമോഷൻസ് ആൻഡ് ഫുൾ ഓഫ് ഡ്രാമയാണ്. അപ്പം നമുക്കിഷ്ടം അങ്ങനത്തെ സിനിമകളാണ്. നമ്മൾ ആ സിനിമകളെ ഒരു നമ്മൾ അത്തരം സിനിമകളെ കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും. നമ്മൾ വളരെ വളരെ വലിയ രീതിയിൽ ഉൾക്കൊണ്ട്, ഇപ്പൊ ഞങ്ങളൊക്കെ വളർന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ലാലേട്ടനോ മമ്മൂക്കയോ അല്ലെങ്കിൽ ശോഭന ചേച്ചിയോ ഉർവശി ചേച്ചിയുടെയോ ഒക്കെ പോലത്തെ കഥാപാത്രങ്ങളാണെങ്കിൽ, ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ ആനിമൽ എന്ന സിനിമയിലെ രൺബീർ കപൂർ അവതരിപ്പിച്ച റോക്കി എന്ന കഥാപാത്രമോ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കോയിലെ ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രമോ ഒക്കെ ആയിരിക്കും. ഒരു ഹീറോ, ഒരു സിനിമയുടെ നായകൻ വാളെടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയാണെന്നും ഇതെടുക്കുന്നത് ഹീറോയിസം ആണെന്നും എന്നൊരു തോന്നൽ വന്നാൽ ആ കുട്ടിയെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിപ്പം കൊച്ചുകുട്ടിയാണെങ്കിലും ശരി, 18 വയസ്സിന് മുകളിലേക്കാണെങ്കിലും ശരി, നമ്മൾ മലയാളി എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ട് സിനിമകളെ വീക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഒരു ഹീറോ വാളെടുക്കുന്നു. അതേപോലെ ഒരു തമിഴ് സിനിമയിലെ ഫഹദ് ഫാസിൽ നായ്ക്കളെ അടിച്ചു കൊല്ലുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് കണ്ണു തുറന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഫഹദ് ഫാസിൽ എന്നത് നമ്മുടെ മനസ്സിൽ വലിയൊരു നായക പരിവേഷമുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് മാർക്കോയിലെ ഉണ്ണിമുകുന്ദന്റെ ഗെറ്റപ്പും സ്റ്റൈലിങ്ങും ഒക്കെ എല്ലാവരും പ്രൈസ് ചെയ്ത ഒരു കാര്യമാണ്, എല്ലാവരും പുകഴ്ത്തി പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ മാർക്കോയില് ഉണ്ണിമുകുന്ദന്റെ ഹലോ കേൾക്കാം പറയൂ. കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, മാർക്കോയില് ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ഗെറ്റപ്പും സ്റ്റൈലും ഒക്കെ ഒരു ഭയങ്കര ഹീറോയിക് ആയ ഒരു ഇതാണ്. പക്ഷെ അതിലെ ക്ലൈമാക്സ് തന്നെ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് അല്ല മാർക്കോയിലുള്ളത്. നമ്മുടെ കുട്ടികളെ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് സിനിമാ തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സിനിമകൾ കുറവാണ്. പണ്ടത്തെ സത്യനന്ദിക്കാട് പോലെയും കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമകൾ ഒന്നും തന്നെ ഇല്ല. എന്തിനു മാർക്കോ മാത്രം പറയണം? ഇപ്പോൾ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ പോലും കണ്ണു തുറന്ന് മര്യാദയ്ക്ക് ഒന്ന് കണ്ടിരിക്കാൻ 2 സീൻ അടുപ്പിച്ച് പറ്റില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇനി ഇത് ശരിയോ തെറ്റോ എന്ന രീതിയിലാണോ സിനിമയിൽ അവതരിപ്പിക്കുക? തീർച്ചയായിട്ടും സിനിമയിൽ അത് തെറ്റെന്നുള്ള രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അതാണ് അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നമ്മുടെ ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്നത് ഇതിൽ ഇതൊക്കെയാണ് ഇപ്പൊ സ്റ്റൈല്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇതൊക്കെയാണ് സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതാണ് നമ്മുടെയൊക്കെ ഒരു ട്രെൻഡ്, ഇതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് ആലോചിച്ചിട്ടല്ല ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ആ സ്റ്റൈലിലും അത് ഒരു
സിനിമയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രം അത് അവതരിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീടാ വരുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുൻപിൽ വരുന്ന മലയാള സിനിമകളെല്ലാം വയലൻസ്, ഡ്രഗ്സ്, റേപ്പ് ഇതുപോലുള്ള കാര്യങ്ങളാവുമ്പോൾ അത് നമ്മളെ ഒരു പരിധി വരെ എന്നല്ല, അതിനപ്പുറം പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ള പച്ചക്കള്ളം തന്നെയായിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ അസിൽ പറഞ്ഞ ഒരു കാര്യം, പേരന്റിങ്ങിന് വലിയൊരു സിസ്റ്റം വേണം എന്ന് അസിൽ പറയുന്നുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പേരന്റിങ്ങിന് വലിയൊരു പ്രാധാന്യം അതിലുണ്ട്. പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കുകയും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം അതേപോലെ തന്നെ കൂടുതലായിരിക്കണം എന്നുള്ളതും, അവരിൽ വരുന്ന സ്വഭാവ മാറ്റങ്ങൾ മനസ്സിലാക്കി അവരോട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം അത് മനസ്സിലാക്കുക മാത്രമല്ല, അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം. ഉടനെ തന്നെ എല്ലായിടത്തും ദൂരെ കളഞ്ഞ് എല്ലാം അവരെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ അവരെ അടിക്കുന്നു, അവരെ ശാസിക്കുന്നു. അതല്ലാതെ എങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ഭയങ്കര വലിയ ഭാരിച്ച ചുമതല തന്നെയാണ് പേരന്റിംഗ്. തീർച്ചയായും അത്തരം വിഷയങ്ങൾ കൂടി ഈ കുട്ടികൾക്കിടയിലെ അക്രമവാസനകൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനിയും അത്തരം ചർച്ചകൾ തുടരേണ്ടതുമാണ്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.